നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വാഹനമായ വോൾവോ XC90യുടെ ഏറ്റവും പുതിയ മോഡലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് മുന്നിലെ മനോഹരമായ ഗ്രില്ലാണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്ന വെർട്ടിക്കൽ സ്ലാറ്റുകളൊക്കെ പോയിട്ട് ഈ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. വോൾവോയുടെ ഏറ്റവും പുതിയ ചില ഇലക്ട്രിക് വാഹനങ്ങളെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഗ്രില്ലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുൾപ്പെടെ ധാരാളം മാറ്റങ്ങളുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 25ഓളം മാറ്റങ്ങൾ എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലുമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ച XC90യുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2015 ആദ്യമായിട്ട് വോൾവോ XC90 വിപണിയിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ നല്ല ലോകത്തിൽ തന്നെ വോൾവോയുടെ തലവര മാറ്റിയൊരു വാഹനമാണ് ഇതെന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത XC90യുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത്രയും കാലം വളരെ പരമ്പരാഗതമായ അല്ലെങ്കിൽ യാഥാസ്ഥിതികമായ രൂപമൊക്കെയായിരുന്നു വോൾവോയുടെ വാഹനങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ XC90 പുതിയത് വന്നതോടുകൂടിയാണ് ആ കാര്യത്തിലൊക്കെ കാര്യമായ മാറ്റങ്ങളുണ്ടായത്. എക്സ്റ്റീരിയറിലും ഇൻറ്റീരിയറിലും എല്ലാം കാര്യമായ ചേഞ്ചോടുകൂടിയാണ് അന്ന് XC90 വന്നത്. ഇൻറ്റീരിയറിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അതുവരെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വലിയ ടച്ച് സ്ക്രീനൊക്കെ വന്നു. അതുപോലെ തന്നെ എക്സ്റ്റീരിയറിലാണെങ്കിലും വളരെ ഭംഗിയുള്ള എലമെൻറ്റ്സ് വന്നു. അതുവരെ ഒരു ചത്ത ലുക്കായിരുന്നു വോൾവോയുടെ വാഹനങ്ങൾക്കെങ്കിൽ അതിനുശേഷമുള്ള ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചത് XC90 ആണ്. എന്ന് തന്നെയല്ല, വോൾവോയുടെ വാഹനങ്ങളുടെ റീസെയിൽ വാല്യൂ വർദ്ധിച്ചതും 2015 XC90 വന്നതിന് ശേഷമാണ്. പിന്നീട് വളരെ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വലിയ മാറ്റം സംഭവിച്ചത് ഡീസൽ എഞ്ചിൻ പോയി എന്നുള്ളതാണ്. അതിനുശേഷം പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഇപ്പോൾ XC90ക്കുള്ളത്. തന്നെയുമല്ല, 2030 പെട്രോൾ എഞ്ചിനും അവസാനിപ്പിച്ച് പൂർണ്ണമായും ഇലക്ട്രിക് ആകും വോൾവോ എന്ന് വോൾവോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ കാണുന്ന ഗ്രില്ലൊക്കെ വോൾവോയുടെ EX90 എന്ന് പറയുന്നത്, അതായത് XC90യുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വേർഷൻ്റെ രീതിയിലേക്കാണ് ഈ ഗ്രില്ലൊക്കെ മാറ്റിയിരിക്കുന്നത്. വലിയ താമസമില്ലാതെ XC90യുടെ ഇലക്ട്രിക്കായ EX90യും വിപണിയിലെത്താൻ പോവുകയാണ്. എന്തായാലും എല്ലാ തരത്തിലും കംഫർട്ടബിളായ, എല്ലാ തരത്തിലും സുരക്ഷിതമായൊരു വാഹനമാണ് XC90. അത് വോൾവോയുടെ ഏതൊരു വാഹനവും അങ്ങനെ തന്നെയാണ്. എന്ന് തന്നെയുമല്ല, ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ബെൻസിൻ്റെ GLE ഉണ്ട്, അതുപോലെ തന്നെ Audi Q7 ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വളരെ പ്രത്യേകതയുള്ള ചില ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിനുണ്ട്. അതിൽ സേഫ്റ്റി ഫീച്ചേഴ്സാണ് പ്രധാനമായിട്ടും നമുക്ക് പറയാവുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള XC90 കാര്യമായ രീതിയിൽ ഇന്ത്യയിൽ വിറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഫേസ് ലിഫ്റ്റ് പോലും ആളുകൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന ഒരു സമയമാണിത്. അപ്പോൾ നമുക്ക് XC90യുടെ ഈ ഒരു ഏറ്റവും പുതിയ മോഡലിനെ ഇനി ഒന്ന് അടുത്ത് കാണാം. വളരെ വലിയ ഒരു വാഹനമാണ് XC90. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 5000 മില്ലിമീറ്ററോളം നീളവും 3000 മില്ലിമീറ്ററോളം വീൽ ബേസുമുള്ള ഒരു വമ്പൻ വാഹനം. ഇത്തവണ മറ്റൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത്, നിങ്ങളിതിൻ്റെ എയർ സസ്പെൻഷനുള്ള മോഡലാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ കാര്യമായ രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 238 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളത് എയർ സസ്പെൻഷൻ മോഡൽ എത്തുമ്പോൾ 267 മില്ലിമീറ്ററായിട്ട് മാറും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ റോഡുകൾക്ക് പറ്റുന്ന രീതിയിലേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയരുന്നുണ്ട്. എന്ന് തന്നെ ഈ സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് എയർ സസ്പെൻഷനാണ് വോൾവോയുടേത് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ നമുക്കിനി കാര്യമായ രീതിയിലൊന്ന് അടുത്ത് കാണാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗ്രില്ലിലാണ് കാര്യമായ മാറ്റം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുഖഛായ തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാം. നല്ല രസകരമായ ഗ്രില്ലാണ്. ഓടി വരുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഉള്ളത് ഈ കാണുന്ന തോഴ്സ് ഹാമർ എന്ന കമ്പനി വിളിക്കുന്ന ഈ ഒരു ഹെഡ്ലൈറ്റ് ഒരല്പം നാരോ ആയി എന്നുള്ളതാണ്. അതായത് എലമെൻസിലൊന്നും മാറ്റമില്ലെങ്കിൽ പോലും ഒരല്പം ഒന്ന് ഒതുങ്ങി. അതിൽ എഴുതിയിട്ടുണ്ട് ആക്റ്റീവ് ഹൈ ബീം അസിസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഗംഭീരമായൊരു ഹെഡ്ലാമ്പാണ്, LED ഹെഡ്ലാമ്പാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ബമ്പറിൻ്റെ ഭാഗം പാടെ മാറിയിട്ടുണ്ട്. പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ താഴെ കാണുന്ന എലമെൻസിലൊക്കെ മാറ്റം വന്നു. ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, സ്റ്റീൽ ഫിനിഷ്, അതുപോലെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള എയർ ഡാം എന്നിവയൊക്കെ വന്നിട്ടുണ്ട്. ലോവർ ലിപ്പ് പോലൊരു ഭാഗം ഇവിടെ വന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതുപോലെ, ഇത് അധികം സെൻസേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു ഭാഗവും അതിലും സ്റ്റീൽ ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ബോണറ്റ് കുറച്ചുകൂടി ഒരു ഹെവിയായ ലുക്കിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ സൈഡിലൊക്കെ വന്നിരിക്കുന്ന ഈ ബോണറ്റ് ലൈനുകളൊക്കെ ഒരു ഹെവി ലുക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ട് വന്നിരിക്കുന്ന വോൾവോ XC90യിൽ നിന്നും കുറച്ചുകൂടി സ്പോർട്ടിയായി, കുറച്ചുകൂടി ഷാർപ്പായി എന്നാണ് പറയേണ്ടത് സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ. തീർച്ചയായിട്ടും ഒരു പുതുമ തോന്നുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ മാറ്റിയിരിക്കുന്നത്. സ്കേറ്റ് ചെയ്യുന്ന പിള്ളേരൊക്കെ വളരെ ആധുനികന്മാരായിട്ടാണ് മാറിയിരിക്കുന്നത്. കണ്ടില്ലേ, പാരച്യൂട്ടൊക്കെ ഫിറ്റ് ചെയ്താണ്. പറക്കുവോടോ അപ്പോൾ എന്തായാലും വോൾവോ XC90യുടെ സൈഡ് പ്രൊഫൈലിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല.
20 ഇഞ്ച് വീലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അലോയ് വീലിൻ്റെ ഡിസൈനിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അലോയ് വീല് ബ്ലാക്കും അതുപോലെ തന്നെ ബ്രഷ്ഡ് അലൂമിനിയമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഈ ഒരു വൈറ്റ് കളറുമായിട്ട് നന്നായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ്. ക്ലാഡിങ്ങിൻ്റെ ഒന്നും അമിതമായ ഒരു ആധിക്യമൊന്നും നമുക്ക് കാണാനില്ല. ഇവിടെയൊക്കെ വൈറ്റ് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ ഭാഗത്ത് ഈ ഒരു വലിയ സൈഡ് പ്രൊഫൈലൊന്ന് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും, അതുപോലെ അത്യാവശ്യം ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് തന്നെ ഒരു ഫുഡ് സ്റ്റെപ്പും ഒക്കെ വന്നിട്ടുണ്ട്. ആ ഫുഡ് സ്റ്റെപ്പിലും ചെറിയ എലമെൻസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു 7 സീറ്റർ വാഹനമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ഏരിയ എന്ന് പറയുന്ന കാര്യമായ രീതിയിൽ നമുക്ക് കാണാം. അത് ഈവൻ തേർഡ് റോയിൽ പോലും, അതായത് ഈ ഒരു കോർണർ ഗ്ലാസിൻ്റെ ഭാഗത്ത് പോലും നമ്മൾ കാണുന്നത് അത്രയും വിശാലമായൊരു ഗ്ലാസ് ഏരിയ ആണ് എന്നാണ് പറയേണ്ടത്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ചെറിയ മാറ്റങ്ങളൊക്കെയാണ് നമ്മളെ കാത്തിരിക്കുന്നതെങ്കിലും അതും കുറച്ചുകൂടി റിഫ്രഷ്ഡ് ആക്കിയിട്ടുണ്ട് വാഹനത്തെ. പ്രധാനമായിട്ടും ഈ ബമ്പറിൻ്റെ കാര്യത്തിൽ ചെറിയ ഡിസൈൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം നമുക്ക് കാണാം. പിന്നെ കാര്യമായ രീതിയിൽ മാറ്റം വന്നിരിക്കുന്നത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നില്ലെങ്കിൽ പോലും ഇവിടെ കാണുന്ന ഈ ഒരു ടെയിൽ ലാമ്പിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ഡാർക്കൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെ എലമെൻസിലും മാറ്റം വന്നിട്ടുണ്ട്. അതിഗംഭീരമായ എലമെൻസൊക്കെയാണ് ഉൾഭാഗത്ത് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറുണ്ട്, പിന്നെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു, പിന്നെ റിയർ ഡീഫോഗറുണ്ട്, അതുപോലെ തന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കൊടുത്തിരിക്കുന്നു. വോൾവോ എന്നുള്ള ബാഡ്ജിങ് XC90 ഇവിടെ. ഇത് B5 ഓൾ വീൽ ഡ്രൈവ് എന്നുള്ള എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ബാഡ്ജിങ്ങാണ് ഇവിടെ കാണുന്നത്. ഓൾ വീൽ ഡ്രൈവ് വാഹനമാണിത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ബൂട്ട് സ്പേസ് കാണാം. ഇതിപ്പോൾ 7 സീറ്റുകളും നിവർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മളീ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ പോലും മോശമല്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത്. 391 ലിറ്റർ ബൂട്ട് സ്പേസാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഏത് തരത്തിലും എങ്ങനെയും നമുക്കിതൊക്കെ ഫോൾഡ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമുക്ക് സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് കണ്ടെത്താം. എന്തായാലും ഒരു 5 സീറ്ററായിട്ടായിരിക്കും അധികം ഉപയോഗിക്കപ്പെടുക എന്നുള്ളതുകൊണ്ട് തന്നെ ലഗേജ് സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നാണ് പറയേണ്ടത്. ഇനി ഈ ഉൾഭാഗത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് തൂക്കിയിടണമെങ്കിലുള്ള ഹാങ്ങേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്പെയർ ടയറിൻ്റെ അവസ്ഥ നോക്കാം. സ്പെയർ ടയർ ഒരു ഫുൾ സൈസ് അല്ല കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സ്പെയർ ടയർ തീർച്ചയായിട്ടും അത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഉൾഭാഗത്തിരുന്നു കൊണ്ട് തേർഡ് റോ സീറ്റിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എന്തായാലും മോശമല്ലാത്ത ബൂട്ട് സ്പേസ്. മറ്റൊരു കാര്യം കാണിക്കാൻ മറന്നു കേട്ടോ. ഇവിടെ ഈ ഒരു ബൂട്ടിൽ നമുക്ക് സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കുമ്പോഴേക്കും വാഹനത്തിൻ്റെ ഹൈറ്റ് ഒരല്പം കുറയ്ക്കുന്ന സ്വിച്ചാണ് ഈ കാണുന്നത്. കണ്ടോ, ഉയരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ സാധനങ്ങളൊക്കെ കയറ്റി വയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒന്ന് ലോവേർഡായി കഴിയുമ്പോൾ. അദ്ദേഹം ചെറുതായിട്ട് ശബ്ദമൊക്കെ കേൾപ്പിച്ച് താഴുന്നു. ക്യാമറയിൽ വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഒന്ന് ലോവേർഡായി, ഇപ്പോൾ ഒന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ തോതിലാണെങ്കിലും സാധനങ്ങൾ കയറ്റി വയ്ക്കാൻ അതൊരു സൗകര്യപ്രദമായ കാര്യമാണ്. അങ്ങനെ നമുക്കിനിപ്പോൾ ഇലക്ട്രിക്കലി ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ XC90യുടെ വിശേഷങ്ങൾ. നിങ്ങൾ ഈ കണ്ടതുപോലെ വളരെ ഷാർപ്പായിട്ട് മാറിയിട്ടുണ്ട് എഡ്ജുകളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ റിഫ്രഷ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം റിഫ്രഷാണ്. അതിന് കാരണം മുൻഭാഗത്ത് വന്നിരിക്കുന്ന ഗ്രില്ലിലെ വ്യത്യാസവും അതുപോലെ തന്നെ വളരെ സ്ലീക്കായിട്ട് അങ്ങനെ നാരോ ആയി മാറിയിരിക്കുന്ന തോഴ്സ് ഹാമർ ഹെഡ് ലാമ്പും മറ്റുമാണ്. എന്തായാലും പുതിയ XC90 കാണുമ്പോൾ പഴയതുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി പുതുമ തോന്നുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിലും വോൾവോയുടെ വാഹനങ്ങൾ, ഏറ്റവും പുതിയ വാഹനങ്ങൾ, ഏറ്റവും വലിയ ഗംഭീരമായ സംഭവം എന്ന് പറയുന്നത് ഇൻറ്റീരിയർ തന്നെയാണ്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് പോകാം.
അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. എങ്കിലും ഒറ്റ നോട്ടത്തിൽ വോൾവോ XC90 ആണെന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റങ്ങളാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്നാലും അത്തരം മാറ്റങ്ങൾ കാണുന്നതിന് മുമ്പ് അല്പം ലൈറ്റ് ഉള്ളിലേക്ക് കടത്താം. അതിനായിട്ട് പനോരമിക് സൺറൂഫ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് സൂര്യൻ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്നത് ഒരു ബ്രൗണിഷ് നിറമൊക്കെ ആയിരുന്നു ഉൾഭാഗത്തെങ്കിൽ ഇപ്പോൾ 3 കളേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക്, ബ്രൗണ്, ഓഫ് വൈറ്റ്, അങ്ങനെ 3 തരത്തിലുള്ള കളേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ വളരെ എലഗൻ്റ് എന്ന് വിളിക്കാവുന്ന രീതിയിലേക്കാണ് ഈ കളേഴ്സൊക്കെ മാറിയിരിക്കുന്നത്. നേരത്തെ ബ്രൗണിലൊക്കെ നമുക്ക് ഒതുങ്ങി നിൽക്കണമായിരുന്നു. എന്തായാലും കാര്യമായ രീതിയിൽ ലെതറിൻ്റെയും ഫാബ്രിക്കിൻ്റെയും അതുപോലെ തന്നെ നാപ്പ ലെതറിൻ്റെയൊക്കെ ലോകമാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു വരുന്നത്. വളരെ സോഫ്റ്റായിട്ടുള്ള ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മേൽഭാഗം അത് ആണ് ലെതറിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാവുന്നത്. ഇവിടെ വരുമ്പോൾ അത് ഫാബ്രിക്കായിട്ട് മാറുന്നു. ഇവിടെ വുഡ് ഫിനിഷ് വന്നിരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല ഗംഭീരമായ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷ് വന്നിരിക്കുന്നു. അതോടൊപ്പം ഇവിടെ നാപ്പ ലെതറിൻ്റെ സീറ്റും വിത്ത് വെൻറ്റിലേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. വോൾവോയുടെ വാഹനങ്ങളുടെ സീറ്റ് എന്ന് പറയുന്നത് പോലും എപ്പോഴും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒരുമിച്ചിരുന്ന് ഡിസൈൻ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അതുപോലെ നടുവ് സുഖമായി ചേർന്നിരിക്കുന്ന, ശരീരത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത സീറ്റെന്ന് പറയുന്നത് വ്യക്തമാവും നമുക്കിതിൽ ഇരുന്ന് കഴിയുമ്പോൾ. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 11.2 ഇഞ്ചിൻ്റെ വലിയ സ്ക്രീനാണ്. ഇത്രയും കാലം 9 ഇഞ്ചായിരുന്നു, അത് തന്നെ വലുതായിരുന്നു. ഇപ്പോൾ 11.2 ആയിട്ടുണ്ടെന്ന് മാത്രമല്ല ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. ഇൻ്റർഫേസ് പാടെ മാറിയിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റാണ് ഇപ്പോൾ, ഗൂഗിൾ സോഫ്റ്റ്വെയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഒരു വർഷം മുമ്പാണ് അത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെ വോൾവോ XC90 വന്നത്. ആ സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കാര്യമായ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതിൽ യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ്, ഗൂഗിൾ അസിസ്റ്റ്, ഗൂഗിൾ മാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കാര്യമായ രീതിയിൽ ഇതിന് അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ഇതിലാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ വെർട്ടിക്കൽ എയർ വെൻറ്റുകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അല്പം കൂടി ഒന്ന് ഷേപ്പ് മാറിയിട്ടുണ്ട്. അവിടുത്തെ വെർട്ടിക്കൽ AC വെൻറ്റിൻ്റെ വലിപ്പം ഒരല്പം കുറച്ചുകൂടി ഒതുക്കം കിട്ടുന്ന രീതിയിലാക്കി മാറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഈ ഒരു സ്ക്രീനിൽ കാര്യമായ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും 360 ഡിഗ്രി ക്യാമറയൊക്കെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കൊന്ന് റിവേഴ്സ് ഇട്ട് നോക്കാം. ഇതിലിതാ ഇപ്പോൾ പലതരത്തിലുള്ള ഓപ്ഷൻസ് വരുന്നു. ഫ്രണ്ട് ക്യാമറ വരുന്നു, എന്തൊരു റെസൊല്യൂഷൻ ആണെന്നുണ്ടോ. സൈഡ് ക്യാമറകൾ വരുന്നു, 360 ഡിഗ്രി ക്യാമറ വരുന്നു, റിയർ ക്യാമറ വരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നല്ല ഗംഭീരമായിട്ട് ഉഗ്രൻ റെസൊല്യൂഷനോടുകൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ പുതിയ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ സമ്മതിച്ചേ പറ്റൂ. പഴയതിൽ നിന്നൊക്കെ വളരെ മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ റെസൊല്യൂഷൻ. പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വയർലെസ് ഫോണിൻ്റെ ചാർജറും കുറേ കൂടെ എഫിഷ്യൻ്റ് ആക്കിയിട്ടുണ്ടെന്ന് കമ്പനി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിലിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ വായിച്ചത് ഇപ്പം ഏറ്റവും പുതിയ ചൈനീസ് വാഹനങ്ങളിലൊക്കെ സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങൾ വരുന്ന സിംഗിൾ കോയിലാണെങ്കിൽ ഇപ്പോൾ 3 കോയിലൊക്കെയാണെന്ന്. അതിൻ്റെ കൃത്യമായ സാങ്കേതികത എനിക്കറിഞ്ഞൂടെ. എന്തായാലും അങ്ങനെ വരുമ്പോൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ചാർജിങ് ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ ഇതിലും ആ ഒരു മാറ്റമായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫോൺ ചാർജർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് വോൾവോയുടെ വാഹനങ്ങളിൽ അടുത്ത കാലത്ത് വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ശരിക്കും ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ഗിയർ സെലക്ടറാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ട്. നല്ല രസകരമായിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ വന്നിരിക്കുന്നു. കൂടാതെ ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു പോക്കറ്റാണ് നമ്മളിവിടെ കാണുന്നത്, സ്റ്റോറേജ് ഏരിയ. അതിൽ 12 വോൾട്ടിൻ്റെ ചാർജർ, അതുപോലെ തന്നെ മറ്റ് 2 ചാർജിങ് പോയിൻറ്റുകളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ആംബ്രസ്റ്റായിട്ട് നമ്മുടെ ഇരുന്നോളും. കൺസോളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട് കാണാൻ. സീറ്റിലേക്ക് വരുമ്പോൾ സീറ്റിന് മെമ്മറി അഡ്ജസ്റ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നടുവ് താങ്ങി എന്ന് വിളിക്കാവുന്ന സംഭവമുണ്ട്, നമുക്കൊരു ലംബ സപ്പോർട്ട് വരുന്ന കാര്യം. കൂടാതെ തൈ സപ്പോർട്ട് കൂട്ടുന്ന രീതിയിൽ ഈ താഴത്തെ സീറ്റിൻ്റെ ഭാഗം ഈ സ്വിച്ച് അമർത്തുമ്പോൾ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അത് വളരെ സുഖപ്രദമായിട്ട് നമുക്ക് കാല് ഇങ്ങനെ നീട്ടി വെച്ചിരിക്കാൻ സഹായിക്കുന്നുമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതും നമ്മൾക്ക് പണ്ട് 10 വർഷം മുമ്പ് ഈ വാഹനം വന്നപ്പോൾ നമ്മൾ ഞെട്ടിച്ച കാര്യമാണ്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ബോവേഴ്സ് ആൻഡ് വിൽക്കിൻസിൻ്റെ 19 സ്പീക്കറുള്ള ഒരു തകർപ്പൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ചെറിയ ചില ഭാഗങ്ങളൊക്കെയാണ് മേൽഭാഗത്ത് തലവൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതുപോലെ പല ഭാഗത്തും നമുക്ക് എൻ്റെ സ്പീക്കേഴ്സൊക്കെ കാണാം. സ്പീക്കേഴ്സൊക്കെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയാണ്. അത് അവിടെ നോക്കി നിങ്ങൾക്ക് കാണാം. മറ്റേ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റീൽ ഫിനിഷിലാണ് ഭംഗിയായിട്ട് അതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡോർ പാഡ് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതിലും ഉണ്ട് വുഡ് ഫിനിഷ്, അതുപോലെ ലെതർ ഫിനിഷ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. 1-2 വലിയ ബോട്ടിലുകൾ വയ്ക്കാവുന്ന രീതിയിൽ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. എന്തായാലും 3000 മില്ലിമീറ്ററോളം വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു കൺസേണും ആവശ്യമില്ല. 3rd റോ സീറ്റിൽ പോലും അത്യാവശ്യം സ്പേസുള്ള ഒരു വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത്. ഇനി നമുക്കിപ്പോൾ സ്റ്റിയറിംഗ് വീല് കാണാം.
സ്റ്റിയറിംഗ് വീലിലും പാടെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. മുമ്പ് നമ്മൾ കണ്ട സ്റ്റിയറിംഗ് വീൽ അല്ല കൊടുത്തിരിക്കുന്നത്, അതിൽ മാറ്റം വന്നിട്ടുണ്ട്. കുറേ ഭംഗിയായിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും എല്ലാം കൊടുത്തിട്ടുണ്ട്. വോൾവോയുടെ ലോഗോ കാണുമ്പോൾ കുടുംബാസൂത്രണത്തിൻ്റെ പഴയ ലോഗോ ഓർമ്മ വന്നാൽ അത് കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ അതാണല്ലോ, ഇന്ത്യയിലല്ല ലോകവ്യാപകമായിട്ട് ഇതാണ് കുടുംബാസൂത്രണത്തിൻ്റെ ചിഹ്നം. അപ്പോൾ അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ വലിയ ഒരു മീറ്റർ കൺസോൾ കാണാം. അതും അതിലെ ഗ്രാഫിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പുതിയതാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ ഭാഗമാണ് ഈ കാണുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു 0 അവിടെ കാണുന്നുണ്ടല്ലോ. കാര്യമായ രീതിയിൽ ഹെഡ് അപ്പ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റും കൊടുത്തിരിക്കുന്നു. അതെല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇവിടെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു SUV-ish വാഹനമായതുകൊണ്ട് തന്നെ വളരെ കാര്യമായൊരു വിസിബിലിറ്റി ഉണ്ട്. ഡാഷ്ബോർഡൊക്കെ വളരെ ലോവേർഡാണ് അത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ എന്തായാലും ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ വളരെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ വാഹനം. കഴിഞ്ഞ ജനറേഷൻ വാഹനമായിട്ട് നോക്കുമ്പോൾ. അതുപോലെ തന്നെ മേൽഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു പ്രീമിയം ലുക്ക് എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അപ്പോൾ നമ്മൾ 2ാം നിര സീറ്റിലേക്ക് കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൻ്റെ ഈ ഒരു അപ്പോൾസ്റ്ററിയുടെ നിറമാണ് കേട്ടോ. ഭയങ്കര രസമുള്ള നിറമാണ്. നമ്മളെപ്പോഴും സ്ഥിരം കാണുന്ന നിറങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ഒരു കളർ മറ്റു വാഹനങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലൊന്ന് ചൂണ്ടിക്കാണിക്കുക. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കൺസോളിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് AC-യുടെ കൺട്രോളുകളൊക്കെ ഡിജിറ്റലി ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെൻറ്റുകൾ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ആവശ്യമില്ലെങ്കിൽ മടക്കി വയ്ക്കാം. പിന്നെ സ്പേസ്, ഇത് ഞാനിപ്പോൾ ഏറ്റവും പിന്നിലേക്കാണ് ഈ സീറ്റ് നീക്കിയിട്ടിരിക്കുന്നത്. എന്നിട്ടും സ്പേസ് മോശമല്ല. ഇത് അല്പം മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുന്ന സീറ്റാണ്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. നടുവിൽ അത്യാവശ്യം ഉയർന്ന ഒരു സെൻട്രൽ ടണലുണ്ട്. എങ്കിൽ പോലും ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ സാധിക്കും. അത്രയധികം വിഡ്ത്തുള്ള വാഹനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുപോലെ സീറ്റിൻ്റെ അപ്ഹോൾസ്റ്ററി എന്ന് പറയുന്നത് എടുത്തു പറയണം, നല്ല സുഖമായിട്ട് ചേർന്നിരിക്കാൻ സാധിക്കും. പിന്നെ നമുക്കൊരല്പം സ്ലാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷനൊക്കെ ഇങ്ങനൊരു പൊസിഷൻ കിട്ടും. അത്ര അധികമൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ മാനുവലി ഉയർത്തി വയ്ക്കാവുന്ന സൺബ്ലൈൻഡാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും 1 കോടി രൂപ വിലയുള്ള ഈ വാഹനത്തിൽ അതും കൂടി ഇലക്ട്രിക് ആക്കാമായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് മാനുവലി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ B പില്ലറിൽ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കോട്ട് ഹാങ്ങറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൺറൂഫ് ഏറ്റവും പിന്നിൽ വരെ വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും പിന്നിൽ, അതായത് 3rd റോ സീറ്റിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ പ്രയോജനം കിട്ടാതെ ഉള്ളൂ. ഇവിടെ വരെ സുഖമായിട്ട് നമുക്ക് ആ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ട്. ഡോർ പാഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ചെറിയ ബോട്ടിൽ 1-2 എണ്ണമൊക്കെ വയ്ക്കാം. ബാക്കി ബോവസ് ആൻഡ് വിൽക്കിൻസിൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സ്പീക്കറൊക്കെ ഇവിടെയും കൊടുത്തിരിക്കുന്ന സ്റ്റീൽ ഫിനിഷ് തന്നെയാണ്. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എലഗൻസ് എന്ന വാക്കാണ് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കുന്നത്. എലഗൻസ് വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊന്ന് 3rd റോ സീറ്റിൽ ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ പിന്നിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ 2ാം നിര സീറ്റിൻ്റെ ലിവർ ഒന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ട് നേരെ ഇങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ഇദ്ദേഹത്തെ വീണ്ടും നേരെയാക്കുന്നു. അങ്ങനെ 3rd റോ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാ 3rd റോ സീറ്റുകളുടെയും പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. 1, തൈ സപ്പോർട്ട് കുറവാണ്, കാലിങ്ങനെ അല്പം ഉയർത്തി വെച്ചിരിക്കണം. 2, മുന്നിലേക്കുള്ളവരെല്ലാം കൃത്യമായ രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ലെഗ് സ്പേസ് കുറവാണ്. എങ്കിലും കുറഞ്ഞ ദൂരം സഞ്ചരിക്കാൻ 2 പേർക്കാണ് കൃത്യമായിട്ട് സഞ്ചരിക്കാവുന്നത്. കാരണം ഇത് നടുവിലൊരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. 2 സീറ്റുകളാണുള്ളത്. അപ്പം 2, 3, 5, 2, 7 അങ്ങനെയാണ് ഇത് 7 സീറ്റായിട്ട് മാറുന്നത്. പക്ഷേ സീറ്റിൻ്റെ കുഷനിങ് എല്ലാം ഗംഭീരമാണ്. സുഖമായിട്ട് ചേർന്നിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒട്ടും ക്ലസ്ട്രോഫോബിക് അല്ല. കാരണം അത്രയും വിശാലമായ ഒരു ഗ്ലാസ് വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ AC വെൻറ്റുകൾ ഈ ഒരു C പില്ലറിലും കൊടുത്തിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് നല്ല ഗംഭീരമായ തണുപ്പൊക്കെ വരുന്നുണ്ട്. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, പിന്നെ തലയ്ക്ക് മീതെ 4 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 19-ൽ 4 ഇവിടെ അങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കി നോക്കിയാൽ മതിയല്ലോ, ആ രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊബൈൽ സൂക്ഷിക്കാവുന്ന ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യമായിട്ട് പറയാവുന്നത്. എന്തായാലും ഇവിടെ ഈ ഒരു സൺറൂഫിൻ്റെ പ്രയോജനം ഈ അറ്റം വരെ വരുന്നുണ്ട്. എന്തായാലും ഒട്ടും തന്നെ ക്രാംഡ് ആയിട്ടുള്ള ഫീലൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള റൂഫ് വന്നിട്ട് പോലും ക്രാംഡ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല. എങ്കിൽ പോലും എപ്പോഴും നമ്മളെല്ലാ 3rd റോ സീറ്റിനെ പറ്റി പറയുന്ന പോലെ തന്നെയാണ്. അധിക ദൂരം മുതിർന്നവർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. കുട്ടികൾക്ക് എത്ര ദൂരം വേണമെങ്കിൽ ഇരിക്കാം. ലെഗ് സ്പേസ് അതിനുള്ളതൊക്കെ പ്രതീക്ഷിക്കാവൂ.
വോൾവോ XC90 ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് മോട്ടറും ചേർന്ന സെറ്റപ്പുള്ള വാഹനമാണ്. പക്ഷേ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്ന് വിളിക്കാവുന്നത് ഈ സെഗ്മെൻറ്റിലെ ബെൻസ് ആയാലും BMW ആയാലും എല്ലാം തന്നെ ഡീസൽ എഞ്ചിനുള്ള മോഡൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൽ അതില്ല എന്നുള്ളതാണ്. ഇതിൽ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ ഒരു കോടി 25-30 ലക്ഷം രൂപയൊക്കെ വില വരുന്ന വാഹനങ്ങൾ വാങ്ങിക്കുന്നവർ പെട്രോൾ എഞ്ചിനാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് സർവേയിലായി കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവർ പെട്രോൾ എഞ്ചിൻ തന്നെ നിലനിൽക്കുന്നത്. തന്നെ വല്ല ഇലക്ട്രിക്കിലേക്കുള്ള യാത്രയിലാണ് വോൾവോ എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ അധികകാലമൊന്നും പെട്രോൾ എഞ്ചിൻ പോലും വെച്ചുകൊണ്ടിരിക്കില്ല വോൾവോ എന്നുള്ളതാണ് പ്രത്യേകത. വോൾവോ എപ്പോഴും ഓടിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു സുരക്ഷിതത്വത്തിൻ്റെ കൂട് ആണ് ഈ ഒരു വാഹനം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും നമ്മളെ ഇങ്ങനെ പാമ്പർ ചെയ്തൊരു സേഫ്റ്റിയുടെ ഒരു കൂട് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യം. തന്നെയല്ല, ഇത് ഓടിക്കുന്നവർക്ക് ആത്മവിശ്വാസം കൂടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അമിതമായ ആത്മവിശ്വാസം ഒരിക്കലും നല്ലതല്ല. അല്ലെങ്കിൽ പോലും ആത്മവിശ്വാസം വർദ്ധിക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഇങ്ങനെ തലയുടെ മുകളിൽ നിൽക്കുകയാണല്ലോ. നമ്മളിങ്ങനെ ഈ വാഹനം വാങ്ങിക്കുമ്പോഴായാലും ഓടിക്കുമ്പോഴായാലും സേഫ്റ്റി ഫീച്ചേഴ്സ് പഠിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിപ്പോൾ എങ്ങനെ ഓടിച്ചാലും നമുക്ക് കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കരുത്. എങ്കിൽ പോലും ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന ഒരു വാഹനമാണ് വോൾവോ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരിക്കലും വീഡിയോ ചെയ്തിരുന്നു. അത് S90 എന്ന വാഹനം നമ്മുടെ സുഹൃത്ത് അതിൻ്റെ ഡ്രൈവർ ഓടിച്ചിട്ട് ആക്സിഡൻറ്റിൽ പെടുകയും 7-8 വണ്ടികൾ ഇടിക്കുകയും ചെയ്തിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം രക്ഷപ്പെട്ട കഥയായിരുന്നു നമ്മൾ പറഞ്ഞത്. അതൊക്കെ വോൾവോയ്ക്ക് മാത്രം പറയാവുന്ന കാര്യമാണ്. തന്നെയല്ല, XC90 എന്ന് പറയുന്ന വാഹനവും പൊതുവെ അപകടങ്ങളിൽ പെടാറില്ല. എങ്കിൽ പോലും ഓടിക്കുന്നവൻ്റെ കയ്യിലിരിപ്പ് തീർച്ചയായിട്ടും ഇതിനകത്തൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് XC90 വാങ്ങിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഞാനിപ്പോൾ ഏകദേശം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. സേഫ്റ്റി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വോൾവോ എന്ന് പറയുന്ന സേഫ്റ്റി മാത്രമാണെന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിന് ഗംഭീരമായ എഞ്ചിനും അതുപോലെ തന്നെ നല്ല കംഫർട്ട് ലെവലും ഉണ്ട് ഇപ്പോൾ വോൾവോയ്ക്ക്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകം റീസെയിൽ വാല്യൂ ഇപ്പോൾ വളരെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ നോക്കിയാലും ഈ ഒരു പ്രീമിയം സെഗ്മെൻറ്റിലെ വാഹനങ്ങളിലെ ഒരു ഗംഭീര വാഹനം തന്നെയാണ് ഇതെന്ന് പറയാം. സീറ്റിംഗ് പൊസിഷനാകട്ടെ, ഇൻറ്റീരിയറിൻ്റെ ഒരു കംഫർട്ട്, ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രൗഢി, അത്തരം കാര്യങ്ങളിലൊക്കെ വോൾവോ XC90 വളരെ മുന്നിലാണ്. പിന്നെ മ്യൂസിക് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾ, പിന്നെ എയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യാണ് വേണ്ടത്. അത് സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നതല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതുകൂടെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അതിൻ്റെ ഡാമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് സെൽഫ് ലെവലിംഗ് ഡാമ്പേഴ്സാണ്. ഒരു സെക്കൻഡിൽ 500 പ്രാവശ്യമാണ് ആ സെൻസർ നോക്കുന്നത്. നമ്മുടെ റോഡിൻ്റെ രീതികൾ, റോഡിലെ കുഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സെക്കൻഡിൽ 500 പ്രാവശ്യം സെൻസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡാമ്പേഴ്സും മറ്റും സ്വയം ലെവൽ ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഏറ്റവും ഗംഭീരമായൊരു യാത്രാ സുഖം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 268 മില്ലിമീറ്ററാണ് ഈ ഒരു എയർ സസ്പെൻഷനുള്ള വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അതും തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ എഞ്ചിനിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. വോൾവോയുടെ വലിയ വാഹനങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുവരുന്ന ഒരു 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്, പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഇതിലുള്ളത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1969 cc എഞ്ചിനാണിത്. 250 bhp എഞ്ചിനാണ്. അതോടൊപ്പം തന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 360 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. ഈ ഒരു എഞ്ചിൻ കൂടാതെ ഒരു 48 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു മോട്ടർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 300 bhp ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പെട്രോൾ എഞ്ചിൻ്റെയും ഈ ഒരു മോട്ടറിൻ്റെയും കൂടി ചേർന്ന് കഴിയുമ്പോൾ. എന്താണ് മോട്ടർ എന്ന് വെച്ചാൽ ഇത് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മാരുതിയിലൊക്കെ നേരത്തെ തൊട്ട് കാണുന്ന ആ ഒരു സിസ്റ്റത്തിൻ്റെ കുറച്ചുകൂടെ വലിയ രൂപം എന്നാണ് പറയേണ്ടത്. ഏതൊക്കെ സമയത്ത് പെട്രോൾ എഞ്ചിന് പുഷ് വേണ്ടി വന്നാലും അത് കൊടുക്കുന്നൊരു സിസ്റ്റം എന്നാണ് പൊതുവെ പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു ടോർക്കിൻ്റെ ഒരു കേർവിൽ പോലും നമുക്ക് ഒട്ടും തന്നെ ലാഗ് അനുഭവപ്പെടുന്നില്ല. അതുപോലെ തന്നെ മൈലേജ് വർദ്ധിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് ആ ഒരു എഞ്ചിൻ സെറ്റപ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ വാഹനത്തിന് 3 തരത്തിലുള്ള ഒരു പവർ ബൂസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് പറയാം. ടർബോ ചാർജിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്, സൂപ്പർ ചാർജിങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഇലക്ട്രിക് ബൂസ്റ്റും കിട്ടുന്നുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങളിൽ നിന്നുള്ള ഒരു ബൂസ്റ്റ് കിട്ടുന്നതുകൊണ്ട് ഒരു തരത്തിലും ഒരു ലാഗും അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ഭയങ്കര സ്മൂത്താണ് ഈ എഞ്ചിൻ. നമ്മൾ കാല് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രിക് വാഹനമാണോ പോകുന്നതെന്ന് തോന്നുന്ന രീതിയിൽ സ്മൂത്തും റിഫൈൻഡുമാണ് എഞ്ചിൻ. 7.7 സെക്കൻഡ്സാണ് ഈ വാഹനത്തിന് 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ എഞ്ചിൻ മാറ്റമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ടതില്ലാന്ന് തോന്നുന്നു. നമുക്കിനി പറയേണ്ടത് വോൾവോയുടെ സ്പെഷ്യൽ സംഭവങ്ങൾ എന്ന് പറയുന്ന സേഫ്റ്റിയിലേക്കാണ് പോകേണ്ടത്. അഡാസ് ഫീച്ചേഴ്സ് കൂടാതെ എയർ ബാഗിൻ്റെ ഒരു കശപിശയാണ് ഇതിൻ്റെ അകത്ത്. അതായത് 19 സ്പീക്കേഴ്സ് ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം പോലെ തന്നെയാണ് എല്ലായിടത്തും എയർ ബാഗ് ഉണ്ട്. അതായത് എയർ ബാഗ് ഡ്രൈവറിനും പാസഞ്ചറിനും ഉണ്ട്. പിന്നെ നീ എയർ ബാഗ് ഉണ്ട്, സൈഡിൽ എയർ ബാഗ് ഉണ്ട്, പിന്നെ ഇൻഫ്ലേറ്റബിൾ കർട്ടനുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ ആ കൂടിൻ്റെ അകത്ത്, അതായത് ഈ ഒരു എയർ ബാഗിൻ്റെ കൂടിൻ്റെ അകത്ത് അങ്ങനെ സംരക്ഷിച്ച് നിർത്തിക്കോളും. പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, പൈലറ്റ് അസിസ്റ്റ്, കൊളീഷൻ മിറ്റിഗേഷൻ സപ്പോർട്ട്, ലൈൻ കീപ്പിംഗ് എയ്ഡ്,
ബ്ലൈൻഡ് സ്പോട്ട് ഇൻഫർമേഷൻ സിസ്റ്റം, 360 ഡിഗ്രി ക്യാമറ, പാർക്ക് അസിസ്റ്റ്, പിന്നെ പേഴ്സണൽ സെറ്റിങ്സ് ഇതിനെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഡ്രൈവ് മോഡ് സെറ്റിങ്സ് ഉണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, ഹിൽ ഡിസൻറ്റ് കൺട്രോൾ ഉണ്ട്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡുകളിലേക്ക് പോകുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ്, ഓഫ് റോഡ്, അങ്ങനെ 2 മോഡുകളാണുള്ളത്. അതിൽ നമുക്ക് വീണ്ടും കസ്റ്റമൈസ് ചെയ്യാം. അതായത് സ്റ്റിയറിംഗ് ഫീൽ സോഫ്റ്റ് ആക്കാം, ഫേം ആക്കാം, സസ്പെൻഷൻ ഫീൽ സോഫ്റ്റ് ആക്കാം, ഫേം ആക്കാം. ഇതെല്ലാം നമുക്ക് ആ ടെറൈൻ അനുസരിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് ടെറൈനിൽ കൂടെയാണ് പോകുന്നത് ആ രീതിയിലേക്ക് അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സുഖപ്രദമായ യാത്ര നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം സംശയമില്ല. എന്തായാലും വിസിബിലിറ്റിയൊക്കെ നല്ല ഗംഭീരമാണ്. എങ്ങനെ നോക്കിയാലും വളരെ കൃത്യമായ വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ഹൈറ്റ്, പൊസിഷനൊക്കെ ഗംഭീരമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രൈറ്റ് ലൈൻ എബിലിറ്റി ആയാലും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ വളവുകൾ വീശിയാലും കൈവിട്ട് പോകാത്ത രീതിയിലുള്ള ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഒക്കെ ആണെങ്കിൽ തന്നെയും വളരെ ഗംഭീരമെന്നാണ് പറയേണ്ടത്. ഒരു തരത്തിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. കൺട്രോളുകളെല്ലാം വളരെ ലൈറ്റാണ്. പിന്നെ സ്ക്രീനൊക്കെ ആണെങ്കിലും വളരെ ഒതുക്കി താഴെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി ഒട്ടും തന്നെ ബാധിക്കുന്നില്ല. തന്നെയല്ല ഇപ്പം നല്ല വെയിലത്ത് ഓടിച്ചിട്ട് പോലും ആ സ്ക്രീനിൻ്റെ ക്ലാരിറ്റി എന്നൊക്കെ പറയുന്ന, റെസൊല്യൂഷൻ എന്ന് പറയുന്നതൊക്കെ അമ്പരപ്പിക്കുന്നതാണെന്നാണ് പറയേണ്ടത്. അപ്പോൾ എല്ലാ തരത്തിലും ഒരു ഗംഭീര വാഹനം. അത് ഇപ്പോൾ കൂടുതൽ ഗംഭീരമായി എന്നാണ് പറയേണ്ടത്. അപ്പോൾ വോൾവോയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് SUV എന്ന് വിളിക്കാവുന്ന ഈ വാഹനത്തിന് ഇലക്ട്രിക് കൂടി വലിയ താമസമില്ലാതെ വരുന്നു. കൂടാതെ ഒരു ചെറിയ EX30 എന്നുള്ള ഒരു ചെറിയ ഇലക്ട്രിക് SUV കൂടി വരുന്നുണ്ട്. അങ്ങനെ വോൾവോ വളരെ ശക്തമായി വരുന്നു. എനിക്ക് തോന്നുന്നു EX30 വരുമ്പോൾ ഒരു 10-40 ലക്ഷം രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ വോൾവോ കുറച്ചുകൂടി സാധാരണക്കാരിലേക്ക് കൂടി എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഏറ്റവും പുതിയ വോൾവോ XC90യുടെ 2025 മോഡലാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുറേ ഗുണപരമായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ എക്സ്റ്റീരിയറിലൊക്കെ ആണെങ്കിൽ സൗന്ദര്യപരമായ മാറ്റങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ വാഹനത്തിന് തീർച്ചയായിട്ടും അല്പം വില കൂടി കാണുമല്ലോ. ഏതാണ്ട് 2 ലക്ഷം രൂപയോളം മാത്രമേ വില കൂടിയിട്ടുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ പറയുകയാണെങ്കിൽ 1,28,900 രൂപയാണ് ഈ വാഹനത്തിൻ്റെ വില. ബാറ്റയുടെ ഷൂവിൻ്റെ ഒക്കെ വില ഇട്ടിരിക്കുന്ന പോലെയാണ് ഇത്തവണ വോൾവോ വില ഇട്ടിരിക്കുന്നത്. എന്തായാലും ചെറിയ ഡിസ്കൗണ്ടൊക്കെ ചോദിച്ച് വാങ്ങിക്കാൻ മറക്കേണ്ട. കാരണം 900 രൂപയ്ക്കിലോ കുറച്ച് രൂപയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച വാഹനങ്ങളൊന്നായിട്ട് തുടരുകയാണ് ഇപ്പോഴും എല്ലാം XC90 എന്ന് പറയുന്ന വാഹനം. എങ്കിൽ പോലും സേഫ്റ്റിയുടെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റ് വാഹനങ്ങളെല്ലാം ഓവർടേക്ക് ചെയ്യുന്ന ഒരു രീതി എല്ലാ കാലത്തും വോൾവോയ്ക്കുണ്ട്. അത് XC90യിലുമുണ്ട്. അപ്പോൾ വാഹനം ഇപ്പോൾ ഡീലർഷിപ്പുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം, ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനം വാങ്ങിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് ഓടിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പണ്ട് ഈ വാഹനം വരുന്നതിന് മുമ്പുള്ളൊരു കാലത്ത് വോൾവോയുടെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവബിലിറ്റി എന്നൊന്നും പറയുന്നത് ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, എൻജിൻ വൈസും തകർപ്പനാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു വാഹനം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി, ബൈ.